എൻട്രൻസ് പരീക്ഷ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണല്ലോ മെയിനായിട്ട് എൻട്രൻസ് നടക്കുന്നത്. അതിൽ മൂന്ന് രീതികളാണ് പ്രധാനമായും ഇന്ത്യയിൽ അവലംബിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ തന്നെ നീറ്റ് എടുക്കുക. നീറ്റിൽ എൻട്രൻസിൻ്റെ റിസൾട്ട് എൻട്രൻസിൻ്റെ സ്കോർ മാത്രമാണ് അതിൽ എടുക്കുന്നത്. ഇപ്പോൾ കീമിൽ എന്താ ചെയ്യുന്നത്, എൻട്രൻസിൻ്റെ സ്കോർ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ഒരു സ്കോർ ഷീറ്റ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇനി തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നോക്കുക. തമിഴ്നാട്ടിൽ എൻട്രൻസ് ഇല്ല, അവിടെ എൻട്രൻസ് ഇല്ല, പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കീമിൽ സ്വീകരിച്ച രീതി ആണ് ഈ പറഞ്ഞാൽ എൻട്രൻസിൻ്റെ പരീക്ഷയും പ്ലസ് ടുവിൻ്റെ 12ാം ക്ലാസ്സിലെ മാർക്കും വെച്ച് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സ്കോർ ഷീറ്റ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇത് മാത്രം എൻട്രൻസ് മാത്രം മതിയെന്ന് വെക്കുക. ഇത് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഒരു കോംപ്ലിക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അജിൻസ് പറഞ്ഞാൽ കേരള സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ ബോർഡ് എക്സാംസ് എഴുതിയ ആളുകളുണ്ട്, അതും ധാരാളമുണ്ട്. അപ്പോൾ കുറച്ച് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ തന്നെയാണ്. എന്തിനാണ് നമ്മൾ ഈ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്? എൻട്രൻസിൻ്റെ സ്കോർ എടുത്താൽ പോരെ എന്നൊരു ചോദ്യം ഒരാൾക്ക് ഉന്നയിക്കാം. പക്ഷേ ആ ചോദ്യം ഉന്നയിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്, അതിൽ പിന്നെ ഒരു ജനാധിപത്യപരം പ്രശ്നമുണ്ട്. കാരണം എല്ലാ കുട്ടികൾക്കും ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായുള്ള കാര്യമാണ്. സമൂഹത്തിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻട്രൻസ് മാത്രം വെക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ്, സമൂഹത്തിലെ ഉന്നത വർഗ്ഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായൊരു തീരുമാനമാണ്. പക്ഷേ ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നൊരു പ്രക്രിയ ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷനിലേക്ക് പോയപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് എന്ന് പറയുമ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതിൻ്റെ 3ൻ്റെ മാർക്കാണ് എടുക്കുക. 3ൻ്റെ 100 മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആണ് ഇത് സ്റ്റാൻഡർഡൈസേഷൻ കിടക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു 2021 ശേഷം 2021 ഇത് ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അത് കേരള സിലബസിൽ നിന്ന് വന്ന കുട്ടികൾ പുറകോട്ട് പോകുന്നു എന്നൊരു ഇത് വന്നു. 2021 ശ്രദ്ധിക്കണം, കോവിഡിന് ശേഷമുള്ള ആദ്യത്തേത്. കഴിഞ്ഞ വർഷം 2024 ഒരു കുട്ടി ഈ പറയുന്ന 12ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ മാർക്ക് മേടിച്ചു. അവൻ ഈ എൻട്രൻസ് പരീക്ഷയിലും ടോപ്പ് സ്കോറായിരുന്നു. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവന് വളരെ പുറകോട്ട് പോയി. എനിക്ക് തോന്നുന്നു അവൻ്റെ 58ാം സ്ഥാനത്തേക്ക് അവൻ പോയി. എൻ്റെ ഓർമ്മ 58ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ കുട്ടി എൻട്രൻസ് കമ്മീഷണർക്ക്, മുഖ്യമന്ത്രിക്ക് ഒക്കെ പരാതി കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഈ ഡിസ്കഷൻ ഉണ്ട്, ഈ സ്റ്റാൻഡർഡൈസേഷനിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ മാർക്ക് കേരള സിലബസിൽ മാർക്ക് കൂടുതൽ കിട്ടിയ ആളും എന്താവുകയാണ് ചെയ്യുന്നത്, ഈ സ്റ്റാൻഡർഡൈസേഷൻ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണത്. പറഞ്ഞാലും മനസ്സിലാവില്ല, കേട്ടാലും മനസ്സിലാവില്ല. അത് വരുമ്പോഴേക്കും ഈ കേരള സിലബസ് വരുന്ന കുട്ടികൾ പിറകോട്ട് പോകുന്നു, എന്നിട്ട് റാങ്ക് പിറകോട്ട് പോകുന്നു. അപ്പോൾ അത് മാറ്റണം, അത് നമുക്ക് ഈ ഫോർമുല മാറ്റണം എന്ന് പറയുന്ന ഒരാവശ്യം ഡിപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് കുറച്ചും കൂടെ ഒരു ആസ് എൻ ഐഡിയ നല്ലൊരു ഐഡിയ ആണ്. രണ്ടും ഈ 2 മാർക്കും എടുക്കുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ഐഡിയ ആണ്. ഇപ്പം ഈ സ്റ്റാൻഡർഡൈസേഷനിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നു, അതൊന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് എഗൈൻ നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ നല്ല ആശയം, പക്ഷേ നടപ്പിലാക്കുന്നിടത്ത് വന്നിട്ടുള്ള അങ്ങേയറ്റത്തെ അതിന് പറയുക, നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഭരണപരമായ പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അത് മനസ്സിലാണെങ്കിൽ ഞാൻ കുറച്ച് ഡേറ്റുകൾ പറയാം. ഇത് നമ്മളത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു 2024 നവംബറിലാണ് എൻട്രൻസ് കമ്മീഷണർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്തയക്കുന്നത്, ഔദ്യോഗികമായിട്ട് കത്തയക്കുന്നത്. ആ ഡേറ്റ് ഓർക്കണം, 2024 നവംബർ 3-നാണ് ആ കത്തയക്കുന്നത്. എന്നിട്ട് CMൻ്റെ അധ്യക്ഷതയിൽ അത് സംബന്ധമായ യോഗം ചേരുന്നത് 2025 മാർച്ച് 4. ആലോചിച്ച് നോക്കുക, നവംബറിൽ കത്തയക്കുന്നു, മാർച്ച് 4-ന് യോഗം ചേരുന്നു. മാർച്ച് 4-ന് ചേർന്ന യോഗം തീരുമാനിക്കുന്നതാണ് നമുക്കൊരു കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് ഉണ്ടാക്കാം, ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന പാറ്റേൺ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൻ്റെ 100 മാർക്കിൽ എടുത്തുകൊണ്ട് അതിൻ്റെ മാർക്കും എൻട്രൻസിലെ മാർക്കും വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ആ ഫോർമുല അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മിറ്റി ഓഫ് എക്സ്പേർട്സ് ഉണ്ടാക്കാമെന്ന് 2025 മാർച്ച് 4-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗത്തിൽ തീരുമാനിക്കുന്നു. പക്ഷേ ആ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് എപ്പോഴാണെന്നറിയോ, ഏപ്രിൽ 9-ന്. ആലോചിച്ചു, മാർച്ച് 4-ലാണ് യോഗം ചേരുന്നത്, കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു, കമ്മിറ്റി ഉണ്ടാക്കുന്നത് ഏപ്രിൽ 9-ന്. എന്നിട്ട് നോക്കൂ, ജൂണിലാണ് പരീക്ഷ നടക്കുക അല്ലേ. കുട്ടികൾ പരീക്ഷയുടെ മൂഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഫെബ്രുവരിയിൽ പ്രോസ്പെക്ട്സ് തയ്യാറാകുന്നുണ്ട് കേട്ടോ, അതുകൂടെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലൊരു ചട്ടമുണ്ട്, പ്രോസ്പെക്ട്സ് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചാണ് ബാക്കി പരിപാടികൾ. അതിൽ പിന്നെ മാറ്റം വരുത്താൻ പാടില്ല.
എന്തോ ഒരു ഭേദഗതി നടത്താൻ സർക്കാരിന് അവകാശമുള്ളതായിട്ട് എന്തോ ഒരു ക്ലോസ് ഉണ്ട്. പക്ഷെ അതുപോലും ഒരു മേജർ അമെൻമെൻറ്റിന് അത് സാധൂകരിക്കുന്നില്ല. അപ്പോൾ ഏപ്രിൽ 9 കമ്മിറ്റി ഫോം ചെയ്യുന്നു. അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജൂൺ 2 ഒന്നാമത് ആലോചിക്കണം, ഏപ്രിൽ 9 ഒരു കമ്മിറ്റി ഫോം ചെയ്താൽ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിൽ ഇത്രയും വേഗം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് നമുക്ക് പെട്ടെന്ന് റിപ്പോർട്ട് വേണം, കാരണം ഇതിലേക്ക് കടക്കാൻ പോകല്ലേ, റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇവർ നിർബന്ധിച്ചപ്പം ജൂൺ 2 ഇവർ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതിന് തമാശ എന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിലെ ഫൈനൽ റെക്കമെൻഡേഷൻ എന്താ അറിയോ, നമുക്കിത് കൊല്ലം വേണ്ട. കാരണം നമുക്കൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാം തമിഴ്നാടിൻ്റെയും മറ്റവരുടെയും ഇന്ത്യയിൽ പലയിടത്തും സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് കേട്ടോ. വേറെ പല സ്ഥലങ്ങളും വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പലരും സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ സ്കീംസാണത്. പല സ്കീമുകളുണ്ട്, അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. പക്ഷേ ഒരു ബെസ്റ്റ് പോസിബിൾ എന്ന് പറയാവുന്ന ഒരു കൺക്ലൂഷനിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവർ കുറച്ച് സെറ്റ് ഓഫ് ഇത് വെച്ചിട്ടുണ്ട്, പാറ്റേൺസ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഇക്കൊല്ലം വേണ്ട എന്നാണ് ജൂൺ 2 ഇവർ സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ജൂൺ 30 ക്യാബിനറ്റ് ചേരുകയാണ്. 2-ാം തീയതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ജൂൺ 30 ക്യാബിനറ്റ് ചേർന്നിട്ട് അവർ പ്രോസ്പെക്ട്സിലെ ഭേദഗതികൾ അംഗീകരിക്കുന്നു. ജൂൺ 30 ജൂലൈ 1 അത് ഈ പുതിയ പ്രോസ്പെക്ട്സ് പ്രസിദ്ധീകരിക്കുന്നു. അന്ന് വൈകുന്നേരം കോഴിക്കോട് വെച്ചാണ് മന്ത്രി അനൗൺസ് ചെയ്യുന്നത്, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? വൈകുന്നേരം കോഴിക്കോട് വെച്ച് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. രാവിലെ പുതിയ പ്രോസ്പെക്ട്സ് തരിക, വൈകുന്നേരം റിസൾട്ട് അനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതെന്തുമാത്രം തിടുക്കത്തിലാണ്, എന്തുമാത്രം കെയർലെസ് ആയിട്ടാണ്, ഉത്തരവാദിത്തമില്ലാതെയാണ് ഇത് ചെയ്തതെന്നുള്ളതിൻ്റെ ഭരണപരമായ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് നിശ്ചയമായിട്ട്. അപ്പോൾ ഇന്നലെ മന്ത്രി ബിന്ദുവിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ ക്ഷുഭിതയാകുകയാണ് ചെയ്തത്. നിങ്ങൾ വലിയ CID കളിക്കണ്ട, എല്ലാം പത്രക്കാരോട് പറയാൻ പറ്റില്ല, നിങ്ങൾ വല്ലാതെ CID കളിക്കണ്ടെന്ന് പറയുന്നത്. അവരങ്ങനെ സാധാരണ അങ്ങനെ ക്ഷുഭിതയെ സംസാരിക്കുന്ന ഒരാളല്ല അവർ. അങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഇതിന് ന്യായീകരണം പറയാനില്ല, ഉത്തരവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അതാണ് രോഷപ്രകടനമാണ് കണ്ടത്. അതേസമയം സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ വളരെ നല്ല ഉദ്ദേശശുദ്ധിയാണ്. കാരണം പരമാവധി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സർക്കാരുണ്ടായിരുന്നത്. അതായത് അജിംസോണ പ്രശ്നം നിശ്ചയമായി അതിനകത്തുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. അത് ഈ DPP-യുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ തുടർന്നു വന്ന വിദ്യാഭ്യാസ ബോധന രീതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ ഡിബേറ്റിലേക്ക് കടക്കും. ഇപ്പോൾ DPP വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വലിയ ഡിബേറ്റ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കൺവെൻഷണൽ പെഡഗോഗിയുടെ ആളുകൾ അതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. പേഴ്സണലി ഞാൻ അന്ന് DPP-യുടെ കൂടെ നിന്ന ആളാണ്. കാരണം കുറച്ചും കൂടി ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ഈ പഠനത്തിൻ്റെ ഭാരമൊക്കെ ഒഴിവാക്കുന്ന സംഗതിയായിട്ടാണ് തോന്നിയത്. ആ ഒരു എലമെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം മത്സരങ്ങളുടെ ലോകം കൂടെയാണല്ലോ. ആ ഒരു മത്സരക്ഷമത അന്ന് അധിനിവേശ പ്രതിരോധ സമിതി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ടായിരുന്നു. പാടം സുധീഷിന് അവരിതിനെതിരെ ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇത് CAയുടെ പദ്ധതിയാണ്. നമ്മളുടെ കുട്ടികളെ, അവരുടെ മത്സരക്ഷമത, അവരുടെ ബുദ്ധി അതിനെ തകർത്ത് സാമ്രാജ്യത്വത്തിന് ക്ലറിക്കൽ പണിയെടുക്കാൻ മാത്രം പറ്റുന്ന ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗമാണെന്നൊക്കെയാണ് നമ്മൾ വാദിച്ചത്. ഓക്കെ, അത് രസകരമായ വേറെ ഡിബേറ്റാണ്. പക്ഷേ നോക്കൂ, ആ തലമുറ അവർ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഈ മത്സര പരീക്ഷകളിലേക്ക് കടക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കുട്ടികൾ പിറകോട്ട് പോകുന്നു എന്നൊരു സംഗതി കൂടുതൽ എവിഡൻ്റായിട്ട് വരികയാണ്. ആ ഒരു പെഡഗോഗിയിലൂടെ കടന്നു വന്ന കുട്ടികൾ ഈ പറയുന്ന നാഷണൽ ലെവലായിട്ട് പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾ സമീപിക്കുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രശ്നത്തെ കൂടി അഡ്രസ്സ് ചെയ്യാൻ കേട്ടോ സർക്കാർ ചെയ്യുന്നത്. കാരണം നമ്മുടെ സിലബസിൽ പഠിച്ച കുട്ടികൾ പിറകോട്ട് പോവുക എന്ന് പറയുന്നത്, ഈ സ്വകാര്യ CBSE പഠിച്ച കുട്ടികൾ മുന്നോട്ട്, അതൊരു ഗവൺമെൻറ് ഉത്തരവാദിത്വബോധമുള്ള ഗവൺമെൻറ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്നതിൽ വൻ പരാജയമാണ്. അപ്പോൾ ഇപ്പം 10,000-കണക്കിന് കുട്ടികൾ ഇത് ആകെ കയോട്ടിക്കായിരിക്കുകയാണ്. ഈ സംവിധാനം ആകെ അരാജകത്വത്തിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് ആഗസ്റ്റ്, എനിക്ക് തോന്നുന്നത് AICT ഡെഡ് ലൈൻ വെക്കാറുണ്ട്. ഓരോ വർഷത്തെയും അവസാനത്തെ അഡ്മിഷനും പൂർത്തീകരിക്കാൻ ഡെഡ് ലൈൻ അവർ വെക്കാറുണ്ട്. ഈ വർഷത്തെ ഓഗസ്റ്റ് 14 എൻ്റെ ഓർമ്മ. ആ ഡേറ്റിനകം ഈ പറയുന്ന അവസാനത്തെ അഡ്മിഷനും പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ്. അത് നടക്കുമോ? കാരണം ഈ കുട്ടികൾ വീണ്ടും സുപ്രീം കോടതിയിൽ പോകാൻ പോകണം.
നമുക്ക് ഒരു മത്സര പരീക്ഷ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ എന്തോരം ഇൻവെസ്റ്റ് ചെയ്ത് എന്തോരം സ്ട്രെയിൻ എടുത്ത് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ട്രോമ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് വരുന്നു. റിസൾട്ടിൽ മുന്നിൽ നിന്ന കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ ഒറ്റ ദിവസം എന്താകുകയാണ്, പിറകോട്ട് പോവുകയാണ്. അതുണ്ടാക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടികളിലുണ്ടാക്കുന്ന, ആ കുടുംബങ്ങളിലുണ്ടാക്കുന്ന ഈ സംവിധാനത്തിലുള്ള വിശ്വാസ്യത. ഒരു സ്റ്റേറ്റ് ഏജൻസീസ്, സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് എൻട്രൻസ് കമ്മീഷണറേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വിശ്വാസ്യത പൊളിഞ്ഞിരിക്കുകയല്ലേ. എനിക്ക് ഇന്ന് 50ാം റാങ്കാണ്, ഇതേ നാളെ പറയുന്നു 25ാം റാങ്കാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഏജൻസി അതിൻ്റെ വിശ്വാസ്യത സ്വയം കളഞ്ഞു വിളിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻട്രൻസ് എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, കേരളത്തിലല്ല ഇന്ത്യയിലെല്ലാ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, സാമാന്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, സാധാരണഗതിയിലുള്ള പ്രക്രിയ, അതുപോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത ഒരു സംവിധാനമായി ഈ സർക്കാർ മാറി എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ തമാശ എന്ന് വെച്ചാൽ ഇത്രയും ഗുരുതരമായൊരു സാഹചര്യമായിട്ട് തെരുവിൽ നമ്മളൊന്നും കാണുന്നില്ല. ആരും പ്രതിഷേധിക്കുന്ന എന്ത് സംഗതി എന്ന് പോലും അറിയാത്ത മട്ടിലാണ് ഇവിടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്തെങ്കിലും ഒരു അവർ പോലും അനങ്ങുന്നില്ല. അത് എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം, കഴിഞ്ഞ ആഴ്ച കോട്ടയത്തൊരു കെട്ടിടം തകർന്നു വീണപ്പം, ഗുരുതരമായ സംഗതി തന്നെയാണ്, കെട്ടിടം തകർന്നു വീണ് രോഗി മരിച്ചു. വീണ ജോർജിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേക്കാൾ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് ആലോചിക്കുകയാണെങ്കിൽ അവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ആളുകളെ മാറ്റാനെടുത്ത അവകാശമൊക്കെയാണ് പ്രശ്നം. അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം അതിൻ്റെ എത്രയോ ഗുരുതരമായിട്ടുള്ള ഭരണപരമായ വീഴ്ചയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആരും മന്ത്രി ബിന്ദുവിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ആരും അവരുടെ രാജിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നില്ല. KSU മന്ത്രി ബിന്ദുവിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ പറയാം.